കഞ്ചാവ് പിടിച്ചതും വലിച്ചതുമല്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്ത് പ്രൊഡ്യൂസും ചെയ്ത് എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂവും കൊടുപ്പിച്ചിട്ട് കണ്ടു നോക്കുമ്പോൾ അതിലൊരു തേങ്ങയും ഇല്ലാത്തതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രശ്നം. എങ്ങനെയൊക്കെയോ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു ജിംഖാന. ഒപ്പമിറങ്ങിയ സിനിമകളും അതുമായിരുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പോയ ഒരു സിനിമയെ ഇപ്പോൾ വെളുപ്പിക്കുന്നത് സ്ഥിരം ക്ലീഷകളെ ബ്രേക്ക് ചെയ്ത ബോക്സിംഗ് സിനിമ എന്നാണ്. പറയാനും ചെയ്യാനും ഒന്നുമില്ലാതിരുന്നിട്ട് വെറൈറ്റി വെളുപ്പിക്കൽ. സംഭവം നെസ്ലിനും ഒരു കൂട്ടം പയ്യന്മാരും ആലപ്പുഴയിൽ നിന്ന് കൊച്ചിക്ക് ട്രിപ്പ് പോയോ എന്നപോലെ ഒരു സാധനം. കുറച്ച് പുതുമുഖ നായകന്മാർ, കുറച്ച് കോമഡികൾ, ഗണപതിയുടെ ക്യാരക്ടർ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ബോക്സിങ്ങിനെ കുറിച്ച് ഒരു കുന്തവും അറിയാതെ എഴുതിയ സ്ക്രിപ്റ്റ്. ബോക്സിംഗ് സിനിമകളിൽ കോച്ചിന് നല്ല ഫിസിക്ക് അല്ലെങ്കിൽ മെത്തേഡ് ആക്ടിംഗ് ഉണ്ടാവണം. അത് എന്തിനാണെന്ന് വെച്ചാൽ കോച്ചാണെന്ന് തോന്നണം കാണുമ്പോൾ. ഇവിടെ കോട്ടയം നസീറാണ് കോച്ച്. വയ്യാത്ത വിജയരാഘവനെ കോച്ചാക്കിയായിരുന്നു ഈ അടുത്തൊരു സിനിമയിൽ. കോട്ടയം നസീർ ലുക്മാൻ ആ ക്യാരക്ടറിനെ അങ്ങ് കൈമാറുന്നു. ചന്തയിൽ മീൻ വാങ്ങാൻ പോകുന്ന പോലെ കുറേ പിള്ളേരെയും കൂട്ടി ബോക്സിങ്ങിന് പോകുന്നു, ഇടിമേടിക്കുന്നു. സുപ്രധാന പോയിന്റുകൾ ഇടിമേടിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ മാറ്റിവെച്ചു കോച്ച് ലുക്മാൻ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ തല്ലുമാല സിനിമയാണ്, കൂട്ടയിടി, എന്തിനെ എങ്ങനെ. അവസാനം ഒന്നുമല്ലാത്ത നസ്ലിന്റെ ക്യാരക്ടറിന് എല്ലാവരും മോട്ടിവേഷൻ കൊടുക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത വർഷം ജിംഖാനയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിനിടെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു ടീം സോങ് ഉണ്ട്. തകതൈ തകതൈ ധീം തത്തിന് അസുരയ്ക്ക് ശേഷം കണ്ടിരിക്കുന്നവൻ തുണിയില്ലാതെ നിൽക്കും പോലെ ചൂളിപ്പോകുന്നൊരു സോങ്. ഇതിനിടെ സിനിമ തുടങ്ങുന്നത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മതവിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ടാണ്. യാതൊരു ആവശ്യവും ഇല്ലാഞ്ഞിട്ടും ഇങ്ങനത്തെ അജണ്ടകൾ സിനിമയിൽ കുത്തിക്കയറ്റുന്നത് ബോധപൂർവം തന്നെയാണ്. എന്നാൽ സ്വന്തം മതത്തെ തമാശയ്ക്ക് പോലും ട്രോളാനും വയ്യ. നല്ല ഒന്നാന്തരം ഡബിൾ സ്റ്റാൻഡ്. അതിനൊക്കെ മറുപടികൾ കൊടുക്കേണ്ടവർ കൊടുക്കട്ടെ. ഒരാവശ്യവുമില്ലാത്ത കുത്തിക്കയറ്റത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഖാലിദ് റഹ്മാന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, തൊട്ടതെല്ലാം ഹിറ്റ്. അത് വേറെ ഇത് വേറെ. ഇത് വെറും നാലാംകിട ബോക്സിംഗ് അപരാധമാണ്. ഖാലിദ് റഹ്മാൻ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് മോശം സിനിമ ചെയ്താൽ അത് മോശമാണെന്ന് തന്നെ പറയണം. എത്ര PR വർക്ക് ചെയ്ത് റിവ്യൂസ് ഇട്ടാലും കഞ്ചാവ് കേസിനേക്കാളും വലിയ നെഗറ്റീവ് ഷെയ്ഡ് ഈ സിനിമ കൊണ്ട് നിങ്ങൾക്കുണ്ടാകും. ഇനി ഇവിടെ വന്ന് വെളുപ്പിക്കാൻ PR കാർ വരുന്നുണ്ടെങ്കിൽ സ്വാഗതം.